ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണേ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ കണ്ടത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാല് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കാനുള്ളൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് കരിക്ക് അരച്ചത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചത് ചേർത്ത് കൊടുക്കാം. അത് 250 ml കപ്പിൽ 1 കപ്പ് കരിക്ക് അരച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം എപ്പോഴും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കാം. കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒട്ടും കരിഞ്ഞു പിടിക്കാനൊന്നും പാടില്ല, അല്ലാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ. കണ്ടോ, ഇപ്പം നല്ല പാകത്തിന് കുറുകി ഇതേപോലെ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പരുവത്തിൽ വേണം നമ്മൾ തീ ഓഫ് ചെയ്യാൻ. നമ്മൾ മധുരമൊക്കെ ഈ സമയത്ത് നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല തനി വെള്ള നിറത്തിലാണ് വേണ്ടതെങ്കിൽ പഞ്ചസാര മാത്രം ഉപയോഗിച്ച് ഈ പുഡിങ് തയ്യാറാക്കാം. ഇനി അവസാനം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ പുഡിങ്ങിന് നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന സമയത്ത് ഒരു ക്രീം കളറിലാണ് ഈ പുഡിങ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. പുറത്ത് തന്നെ വെച്ചിരുന്ന ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 7-8 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. കണ്ടോ, മാറ്റുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്.
ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. മിൽക്ക് മെയ്ഡ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ബൂബുവിൻ്റെ ബർത്ത്ഡേക്ക് ബൂബുവിനെ കൊണ്ട് മുറിപ്പിച്ചതാണ് ഈ പുഡിങ്. ബൂബുവിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും നമുക്കൊരു പാർട്ടിയൊക്കെ വരികയാണെങ്കിൽ പാർട്ടിക്കുമൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.